ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ മോഡ്യൂള് 9ാമത്തെ മോഡ്യൂളാണ്. ഇന്ന് നമ്മൾ NHEXന്റെ ആക്ഷൻ പ്ലാൻ അതോറിറ്റി ആക്ഷൻ പ്ലാനിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. എങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഹെർബൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ക്രീം ഉണ്ടാക്കാൻ പഠിച്ച് അതേ ഒരു ക്രമത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതൊരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് അതിന് പറയാൻ പറ്റില്ല. അത് നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക, അതല്ല ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു ഉണ്ടാക്കാൻ പഠിച്ച് അതുപോലെ തന്നെ ആ അളവിൽ തൂക്കത്തിൽ മാത്രം ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളതല്ല. നമുക്ക് ആവശ്യമുള്ള കസ്റ്റമർക്ക് ആവശ്യാനുസരണത്തിൽ ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളതാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കസ്റ്റമറുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ഉതകുന്നതായ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് മോയ്സ്ചറൈസിങ് ആണ് വേണ്ടത് വെച്ചാൽ ആ മോയ്സ്ചറൈസിങ്ങിനല്ല ഉണ്ടാക്കുക. ഒരു കസ്റ്റമർക്ക് ക്ലെൻസിങ് ആണ് വേണ്ടത് വെച്ചാൽ ആ ക്ലെൻസിങ്ങിനുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ ഉപയോഗിച്ച് അവർക്ക് അനുയോജ്യമായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിന് നല്ലൊരു സാധ്യതകളും സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റബിൾ അതുപോലെ സേഫ്റ്റി ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റായി മാറി അത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റായി മാറുമ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റായി എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ പറയുകയാണ്, എനിക്കെൻ്റെ മുഖം നല്ലൊരു ഗ്ലൈസിങ്ങും ഗ്ലോയിങ്ങും ലഭിക്കണം. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ ഉപയോഗിച്ച് ആ സ്കിന്ന് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പ്രൊഡക്റ്റുകളും അതിന് ഉപയോഗിക്കാവുന്ന ഇൻഗ്രീഡിയൻറ്റുകളും നമുക്കറിയണം. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണ പ്രോഡക്റ്റുകൾക്കാണ് ഡെവലപ്മെൻറ്റ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആദ്യം പ്രോഡക്റ്റ് എന്താണെന്ന് തീരുമാനിക്കാതെ കസ്റ്റമറുടെ പ്രോബ്ലം എന്താണ്, അതിനുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റായി മാറുന്നത്. കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന നീഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകളായിരിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കി അവരുടെ വാട്സപ്പിൽ ഉണ്ടാകുന്ന നമ്മളോട് പറയുന്ന ആ സന്ദേശങ്ങൾ മനസ്സിലാക്കി അവരുടെ എൻക്വയറികൾ മനസ്സിലാക്കി അവരുടെ റിവ്യൂകൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റുകൾ തയ്യാറാക്കുക. റിപ്പീറ്റായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കസ്റ്റമറിൽ നിന്ന് വരുന്ന ഏതൊരു കൺവേഴ്സേഷനും നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിന് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കസ്റ്റമർ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന 5 ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം അതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റിനുള്ള ഒരു പ്രൊജക്റ്റ്. അപ്പം നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റിൻ്റെ നെയിം, അതുപോലത്തെ ടാർഗറ്റ് കസ്റ്റമർ, പർപ്പസ്, ടെക്സ്ചർ, കളറ്, ഫ്രാഗ്രൻസ്, പാക്കേജിങ്, ടാർഗറ്റ് പ്രൈസ്, ഡിസയർ ഷെൽഫ് ലൈഫ്, സ്പെഷ്യൽ റിക്വയർമെൻറ്റ്, ഇതൊക്കെ നമ്മൾ ക്ലിയറായിട്ടൊരു പ്രൊജക്റ്റ് പോലെ തയ്യാറാക്കി വെക്കണം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിലേക്ക് കയറേണ്ടതുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. പല ബിഗിനേഴ്സിനും തെറ്റ് പറ്റണത്. യൂട്യൂബിൽ കണ്ടിട്ട് അവർ ഇത് റിസൾട്ട് ഉണ്ട്, ഇതുണ്ടാക്കി കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ കാണും. എന്നിട്ട് നമ്മളത് ഉണ്ടാക്കി നോക്കും. പക്ഷെ അവിടെ നമുക്ക് തെറ്റ് പറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ ഇൻഗ്രീഡിയൻറ്റിനോടും നമ്മളോട് ചോദിക്കുന്നത് പോലെ ഓരോ ഇൻഗ്രീഡിയൻറ്റിനോട് നമ്മൾ ചോദിക്കുക, നിന്നെ ഞാൻ എന്തിനാണ് ഇതിൽ ചേർക്കണത്, നിന്നെ കൊണ്ടുള്ള ഉപകാരം ഇതിലെന്തൊക്കെയാണ് എന്നുള്ള നമ്മളോട് ചോദിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻറ്റിനോട് ചോദിക്കുക. ഉദാഹരണത്തിന് ഇപ്പം ഓയിലി സ്കിന്നിന് നമ്മൾ നീമൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇപ്പം നീമിൻ്റെ ഉപകാരം അങ്ങനെയാണ്. അതുപോലെ നമ്മളിപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഗ്ലിസറിനൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഗ്ലിസറിന് നമ്മളൊരു ഹൈഡ്രേഷൻ നിലനിർത്താനും അത്
ഒരു നല്ലൊരു ഏത് നേരം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലിസറിനൊക്കെ ഉപയോഗിക്കൽ. അപ്പം അതുപോലെ നമ്മൾ ഗ്ലിസറിനോട് ചോദിക്കുക, നമ്മൾ ഒരു ഉദാഹരണമാണ് കേട്ടോ, പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ച് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഓരോന്നും. അതുപോലെ ഇപ്പോൾ ആൽമണ്ട് ഓയിൽ, ഈ ആൽമണ്ട് ഓയിലൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനാണ്. അതുപോലെ പല ഓയിലുകളുണ്ട്. അപ്പം പിന്നെ ഞാനിതിൽ ഉപയോഗിക്കുന്നതിന് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നാം ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത്. ഹെർബൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹെർബൽ ചേർക്കുക എന്നുള്ളതല്ല. റൈറ്റ് ഇൻഗ്രീഡിയൻറ്റ്, റൈറ്റ് പർപ്പസ്, റൈറ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളതിനെ മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർസെൻറ്റേജ് ഫോർമുലേഷൻ, ഓരോ ഇൻഗ്രീഡിയൻറ്റും എത്ര ശതമാനം ഇതിലേക്ക് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമ്മളിതിൽ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മളിങ്ങനെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 10 ഗ്രാമിൽ ഉണ്ടാക്കി നോക്കുക, പിന്നെ നമ്മളൊരു 100 ഗ്രാമിൽ ഉണ്ടാക്കി നോക്കുക, പിന്നെ ഒരു കിലോയിൽ അത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ അതിൽ റിസൾട്ട് കിട്ടിയ ആളുകളുടെ ഒരു റിവ്യൂ ഒക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മളതൊരു പ്രോഡക്റ്റായിട്ട് നമ്മളത് ലോഞ്ച് ചെയ്യുക. ഇനി നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി നമ്മൾ ആദ്യം തന്നെ ലേബലൊട്ടിച്ച് സെയിൽ ചെയ്യാൻ നോക്കരുത്. നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. ക്രീമാണെങ്കിൽ ടെക്സ്ചർ എങ്ങനെയാണ്, സ്പ്രെഡബിലിറ്റി എങ്ങനെയാണ്, സ്റ്റിക്ക് എങ്ങനെയാണ്, അബ്സോർബേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, കളറ് മാറുന്നുണ്ടോ, സെപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പാക്കേജാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് നല്ലതാണ്, പക്ഷേ തെറ്റായ പാക്കേജിങ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അത് ഇല്ലാതാക്കാൻ പറ്റും. അപ്പം നല്ല ഒരു പാക്കേജിങ്ങിന് നമ്മൾ രൂപം നൽകുക. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ബാച്ചിലെയും പ്രോഡക്റ്റുകൾ ഒരുപോലത്തെ ടെക്സ്ചർ ഉള്ളതായിരിക്കുക. പല ബാച്ചിലും പല ടെക്സ്ചറാക്കാതിരിക്കാൻ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പല ആൾക്കാരും ഇതിൽ വളരെയധികം മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലെ കുറച്ച് മിസ്റ്റേക്കുകൾ നമുക്ക് പറയാം. കസ്റ്റമർ നീഡ് മനസ്സിലാക്കാതെ പ്രോഡക്റ്റ് ഉണ്ടാക്കുക, കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് കരുതുക, മറ്റൊരാളുടെ ഫോർമുല ബ്ലെൻഡിൽ കോപ്പി ചെയ്തിട്ടുണ്ടാക്കുക, പെർസെൻറ്റേജ് കാൽക്കുലേഷൻ പഠിക്കാതിരിക്കുക, pH, പ്രിസർവേഷൻ, കോമ്പാറ്റിബിലിറ്റി എന്നിവ ഇഗ്നോർ ചെയ്യുക, സ്റ്റെബിലിറ്റി ഇവാലുവേഷൻ ഇല്ലാതെ നേരെ മാർക്കറ്റ് ചെയ്യുക. ഇതൊക്കെ ഈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് അധികം ആൾക്കാരും വരുത്തുന്ന മിസ്റ്റേക്കുകളാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യണത് എങ്ങനെയാണ്, പ്രോഡക്റ്റ് മേക്കിംഗ് അല്ലട്ടോ, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതായിരുന്നു. സേഫായ, കൺസിസ്റ്റൻ്റായ, കസ്റ്റമർ ഫോക്കസായ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു നോളജബിൾ ഹെർബൽ എൻ്റർപ്രണർ ആവുക എന്നതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ആകെ ഉദ്ദേശം. അപ്പം ഇനി അടുത്തൊരു മൊഡ്യൂളിൽ നമുക്ക് വീണ്ടും കാണാം.